ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നപ്പോഴാണ് കേട്ടോ രണ്ടുപേരും പട്ടിണി കിടക്കുന്ന ആരും ഓർമ്മ വന്നത്. അങ്ങനെ ഇതാ വേഗത അവർക്കുള്ള ചോറൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള പൂച്ചക്കുട്ടനും പിന്നെ പുറത്തൊരു പട്ടിക്കുട്ടനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഉച്ചയ്ക്കും രാത്രി ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ പൂച്ചക്കുട്ടനാണെങ്കിൽ എൻ്റെ അടുക്കളയുടെ ആ ഗേറ്റിൻ്റെ ഗ്രില്ലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ, ഫുഡ് കൊടുക്കുന്നത് കാത്തിട്ട്. ഇവനാണെങ്കിൽ പുറത്തും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ വേഗത രണ്ടുപേർക്കുള്ള ചോറും കൊടുത്തിട്ട് ഞങ്ങളൊന്ന് കാട്ടാക്കട വരെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാത്തൂന് കുറച്ച് സാധനം കൂടെ ഇനിയും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാട്ടാക്കട എത്തിയപ്പോഴത്തേക്കും നാത്തൂന് ഒരു വല്ലായിക തോന്നിയിട്ട് അവൾ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ലൈം വാങ്ങിച്ച് കുടിക്കുകയാണ്. അവൾ കുടിക്കേണ്ട താമസം ഇതാ 3 പേരും കാത്തിരുന്ന് കേട്ടോ. അവരും ഇതാ ലൈമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ ലൈമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു പാത്രക്കടയിലാണ് കേട്ടോ പോയത്. കാരണം അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 1-2 കുഞ്ഞു കുഞ്ഞു പാത്രമൊക്കെ വാങ്ങിക്കണമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പാത്രക്കടയിൽ പോയപ്പോൾ പിന്നെ ഇതാ പറയണ്ടല്ലോ, 3 പേരും കൂടെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട ബോക്സ് അല്ല ലഞ്ച് ബോക്സൊക്കെ നോക്കിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വാങ്ങിക്കേണ്ട, നമുക്ക് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പതുക്കെ ഇതാ 3 പേരെയും അവിടെ വയ്പ്പിച്ചിട്ട് പിന്നെ പാത്രങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് കേട്ടോ നോക്കുന്നത്. കുഞ്ഞ് ചീനിച്ചട്ടി, കുഞ്ഞ് അടപ്പ് പാത്രങ്ങളൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് ഈ ഒരു പാത്രം ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പ് പൊട്ടും, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു വലിയ പാത്രം ഇരിക്കുന്നത് കണ്ടേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറികളും തോരനൊക്കെ തട്ടി ഇങ്ങനെ വയ്ക്കാൻ നല്ലൊരു പാത്രമാണ്. പക്ഷെ ഞാൻ അതും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് കാട്ടാക്കട ചന്തയിലോട്ടാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് പുളി വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റം പുളിയും കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. മെയിനായിട്ട് അവൾക്ക് ഇപ്രാവശ്യം കുടംപുളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് കുടംപുളി വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ, നല്ല പുളിയായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ നല്ല കുടംപുളിയായിരുന്നു കേട്ടോ. 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ 1 കിലോ കുടംപുളിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയത്. എൻ്റെ മക്കൾക്ക് എപ്പോൾ പുറത്തിറങ്ങിയാലും അപ്പോൾ അവർക്ക് വിശക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിസ്മയിലാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ഇതാ ഷവർമ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതാ ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഷവർമയാണ് കഴിക്കുന്നത് കേട്ടോ. ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കുബൂസിൻ്റെ ഷവർമയാണ് എനിക്കിഷ്ടം, മറ്റേ റൊമാലിയുടെ ഷവർമ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ മക്കൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ യമു ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ യമുവിന് ഇതാ വാഴയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. യമു എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അവിടെ 3-4 യമു ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് യമൂനെ ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം യമൂനെയൊക്കെ നോക്കി മക്കളെയൊക്കെ കളിപ്പിച്ചിട്ട് പിന്നെ വിസ്മയ ഹൈപ്പറിലോട്ട് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വെളിയിൽ ഇതാ ഓട്ടോയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.